സിജോ വി ജോണിലേക്ക് കൂടി പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് സിജോ കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സിജോ, CN രാമചന്ദ്രൻ നായരുടെ വിശദീകരണം എന്തായിരുന്നു? ഷംസീർ സൂചിപ്പിക്കുന്നുണ്ട്, കൃത്യമായും ആ പരാതിയിൽ രക്ഷാധികാരി എന്നാണ് CN രാമചന്ദ്രൻ നായരുടെ പേരിന് നേരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താൻ രക്ഷാധികാരി അല്ല എന്നാണ്. അദ്ദേഹത്തിന്റെ മറ്റ് വിശദീകരണങ്ങൾ എന്തൊക്കെ? പോലീസിനെതിരെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ സംഘടനയുടെ അഡ്വൈസറായാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് പിന്നാലെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് അദ്ദേഹത്തെ രക്ഷാധികാരിയാണ് എന്ന നിലയിൽ ഒരു പരാതി നൽകുന്നു. അപ്പോൾ അതിൻ്റെ പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലുള്ള ഒരു അതിർത്തിയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തനിക്കെതിരെ പരാതി ലഭിക്കുന്നു. ആ പരാതി ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ പരിശോധനകൾ പോലീസ് നടത്തേണ്ടതായിരുന്നു. തന്നോട് പോലും ഈ ഇതിനെക്കുറിച്ച് സംഭവത്തെക്കുറിച്ച് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതേ കാര്യങ്ങൾ പകർത്തി ഒരു FIR ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് CN രാമചന്ദ്രൻ നായർ ആരോപിക്കുന്നത്. ഈ കാര്യത്തിലുള്ള അതിർത്തി അദ്ദേഹം SP വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് പോലീസ് പെരുമാറുന്നതെങ്കിൽ ഓരോ പരാതി വരുമ്പോൾ അത് പോലീസ് പ്രാഥമികമായ പരിശോധനകൾ പോലും നടത്താതെയാണ് കേസെടുക്കുന്നതെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ എന്താകും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ഈ തട്ടിപ്പുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഘടന വരുന്നു, അത് ആളുകൾക്ക് വളരെ ഗുണകരമായി ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എൻ്റെ അഡ്വൈസർ സ്ഥാനത്തേക്ക് തന്നോട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ താൻ അതിൽ വരാമെന്ന് പറഞ്ഞിരുന്നത്. അനന്തകൃഷ്ണനാണ് അത് സംബന്ധിച്ച് വിവരം തന്നോട് പറയുകയും ചെയ്തിരുന്നത്. താൻ അന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ വ്യാപകമായ രീതിയിൽ പണം പിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂണിൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ചുമതല ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു പരാതി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ FIR ഇടുകയാണെങ്കിൽ അത് എന്ത് അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.